നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും കേട്ടതാണ് വൈക്കത്തപ്പൻ നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ച ഒരു വലിയൊരു ചോദ്യം നമ്മളെല്ലാവരും കേട്ടതാണ്. വൈക്കത്തെ അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയ എന്ന് പറയുന്ന രീതിയിലേക്ക് മതപരിവർത്തനം നടത്തി ലവ് ജിഹാദ് നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ കലബിലൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് സഖാവ് അശോകൻ, അതായത് ഈ അഖില എന്ന് പറയുന്ന കുട്ടി പിന്നീട് ഹാദിയ എന്ന പേരിലേക്ക് പേര് മാറ്റിയ ആ ലവ് ജിഹാദിലെ ഇരയുടെ അച്ഛനായിട്ടുള്ള അശോകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ രാഷ്ട്രീയം ഈ പറയുന്ന BJP അതല്ലെങ്കിൽ RSS ആയിരുന്നു ഞാനെങ്കിൽ ഒരിക്കലും എന്റെ കുട്ടിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് പച്ചയ്ക്ക് മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞ ഒരച്ഛന്റെ വേദനയൂറുന്ന വാക്കുകൾ കേട്ട മലയാളികളാണ് നമ്മളെല്ലാവരും. ഇന്ന് ആ അഖില മാറി ഹാദിയയായി. ഹാദിയെ ആദ്യം കല്യാണം കഴിച്ചൊരു ഷെഫിൻ ജഹാൻ, പിന്നെ ഷെഫിൻ ജഹാൻ ഇപ്പൊ ഇട്ടിട്ട് വേറെ ഏതോ ഒരുത്തം വന്ന് കെട്ടി, ഇപ്പൊ രണ്ടാമനും ഇട്ടിട്ട് പോയി. ആ കുട്ടി അന്യാധീനപ്പെട്ട മുതല് പോലെ, ക്ഷേത്ര മുതല് പോലെ ആയിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. വൈക്കത്തപ്പൻ എന്ത് തന്നു എന്ന് ചോദിച്ചാൽ അഖില ഹാദിയായി മാറി. ഹാദിയയ്ക്ക് ഇന്ന് സുഡാപ്പികൾ എന്ത് കൊടുത്തു എന്ന് ഓരോ ഹൈന്ദവനും ഉച്ചത്തിൽ ചോദിക്കുകയാണ്. ജിഹാദികളുടെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് തന്നെ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇത് പറയാൻ കാരണം എന്തെന്നറിയാമോ? കാസർഗോഡ് നിന്ന് 2 ദിവസമായിട്ട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. കാസർഗോഡ് ഒരു മുതിർന്ന മൂത്ത അന്തംകമ്മിയാണ് PV ഭാസ്കരൻ. ഉദുമയിലുള്ള വലിയൊരു പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇയാളുടെ മകളുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമൊക്കെ വൈറലായിരുന്നു. ആ വീഡിയോ എന്തായിരുന്നു? 2 വർഷം മുൻപ് ആക്സിഡന്റിൽ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇതാ എന്നെ എന്റെ അച്ഛൻ പീഡിപ്പിക്കുന്നേ, ഞാൻ ഇതര മതസ്ഥനെ പ്രേമിച്ചത് കൊണ്ട് എന്നെ ഇതാ വിവാഹം ചെയ്യിക്കാനോ അതല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെടാനോ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ ജിഹാദി, ഈ ഇതര മതസ്ഥൻ കൊടുത്ത മൊബൈൽ ഉപയോഗിച്ച് ആ പെൺകുട്ടി വീഡിയോ ചെയ്യുന്നു. അതോടുകൂടി ഇവിടത്തെ ഇടതുപക്ഷ പ്രൊഫൈലുകളും ജിഹാദികളും സടകുടഞ്ഞെണീക്കുന്നു. പിന്നെയോ രാജ്യം നശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഗണ്ടി അടിമകളാണ് വലുതെന്ന് ചിന്തിച്ച് നടക്കുന്ന അടിമ കൊങ്ങികളും എണീറ്റുണ്ടിരുന്നു. കാരണം ഇവിടെ ഇസ്ലാമിക ജിഹാദിസം കാണിക്കാൻ, ആ പ്രീണനം കാണിക്കാൻ വേണ്ടി കിട്ടിയ ഏറ്റവും അവസാനത്തെ പവിത്രമായ പ്രണയമാണ് ഒരു കുട്ടികളുടെ അമ്മയായിട്ടുള്ള 2 വർഷം മുൻപ് ആക്സിഡന്റ് സംഭവിച്ച് അരയ്ക്ക് താഴെ വികലാംഗം അതല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ട പെൺകുട്ടി. നോക്കൂ, ഈ പെൺകുട്ടിയെ ചികിത്സിക്കാൻ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ആ വീട്ടിലേക്ക് കടന്നു വന്ന റാഷിദ് എന്ന് പറയുന്ന ഒരു ജിഹാദി, ആ ജിഹാദിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. ആ 3 മക്കളെയും ഭാര്യയും ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭാര്യയുടെ സ്വർണവും സ്വത്തും മുതലും ഒക്കെ അടിച്ചെടുത്തുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതിനെതിരെ കേസ് നടക്കുന്നു. അങ്ങനെയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ഈ പെൺകുട്ടിയുടെ, നമ്മുടെ എന്താണ് സഖാവ് PV ഭാസ്കരൻ സഖാവിന്റെ, ഉദുമയിലുള്ള സഖാവിന്റെ മകളെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ഇയാൾ ഇവിടേക്ക് വരുന്നത്. എന്നിട്ടോ ഇയാൾ നോക്കുമ്പോ 2 വർഷത്തിന് ശേഷം ഈ കുട്ടിക്ക് 50 ലക്ഷത്തിന് മുകളിലുള്ള ആക്സിഡന്റ് ഇൻഷുറൻസ് ക്ലെയിം പാസ്സായി വന്നിരിക്കുന്നു. അപ്പോൾ 2 ഗുണം, നെയ്യപ്പം നിന്ന 2 ഗുണം. അങ്ങനെ ഇയാൾ ഇതിനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് അഖിലയെ എങ്ങനെയാണോ ഹാദിയാക്കാൻ വേണ്ടി ജിഹാദികൾ ചെയ്തത്, ആ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടിയെ പോലും വെറുതെ വിടാതെ ഈ ജിഹാദി പ്രണയം നടിച്ച് ലവ് ജിഹാദിൽപ്പെടുത്തി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി 2 വർഷമായി തന്റെ മകളെ പൊന്നുപോലെ ചികിത്സിച്ചു കൊണ്ടുവന്ന ആ അച്ഛനെയും അമ്മയെയും തള്ളി പറഞ്ഞുകൊണ്ട് ഈ ജിഹാദിക്ക് വേണ്ടി ആ പെൺകുട്ടി ഒരു ലൈവ് വീഡിയോയുമായി വരുന്നു. അതും ഈ പെൺകുട്ടിക്ക് ലൈവ് ചെയ്യാൻ വേണ്ടി എല്ലാ സൗകര്യവും ഒളിവിലൂടെ ചെയ്തു കൊടുത്തത് ഈ ജിഹാദി തന്നെ. നമുക്ക് സ്വന്തം മക്കളെയും ഭാര്യയെയും സ്വർണവും മറ്റുമൊക്കെ അടിച്ചു മാറ്റി ഉപേക്ഷിച്ച കേസ് നടക്കുന്ന ഈ ജിഹാദിയുടെ മകൾ, ഈ ജിഹാദിക്കൊപ്പം തന്റെ അരയ്ക്ക് താഴെ തകർന്നു കിടക്കുന്ന മകളെ എങ്ങനെ പറഞ്ഞയക്കും എന്നുള്ളത് ഓരോ രക്ഷിതാവിനും, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വരുന്ന വിഷമം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബത്തിൽ വരണം. അതുകൊണ്ടാണ് വൈക്കത്തെ അശോകൻ സഖാവ് പറഞ്ഞത്, ഞാനൊരു RSS കാരനായിരുന്നെങ്കിൽ ഒരു ജിഹാദിയും എന്റെ മകളെ ഇതുപോലെ കൊണ്ടുപോവില്ലായിരുന്നു, എനിക്ക് ഇതുപോലെ ദുര്യോഗം വരില്ലായിരുന്നു, എന്റെ കുടുംബം നശിച്ചു പോവില്ലായിരുന്നു എന്നുള്ളത്. അതേടോ, ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ വീട്ടിലേക്ക് ജിഹാദികൾ നൂണ്ട് കയറിക്കൊണ്ട് എന്തിനേറെ ഭരിക്കുന്നവന്റെ മകളെ പോലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഈ പറയുന്ന PV ഭാസ്കരൻ എന്ന് പറയുന്ന കാസർഗോഡ് ഉദുമയിലെ ഒരു ചോട്ടാൽ ഈ ലോക്കൽ നേതാവ്
എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇതിൽ കഷ്ടമല്ല ഇരിക്കുന്നത്. സ്വന്തം ഈ പറയുന്ന ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർക്കുന്നു എന്നും പറഞ്ഞ് നവോത്ഥാനം കളിക്കാൻ ഈ PV ഭാസ്കരനും അയാളുടെ ഭാര്യ അടക്കമുള്ള ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ നവോത്ഥാനം കളിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ അവർക്ക് പിറന്ന മക്കൾക്ക് നവോത്ഥാനമേ ഇല്ലാതെ കണ്ണിക്കണ്ടതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്റെ സംസ്കാരം മറന്നു, തന്റെ ജാതിയും മതവും മറന്നു, പിന്നെയോ താൻ പിറന്ന കുലത്തിന്റെ തന്റെ രക്ഷിതാക്കളോട് താൻ പാലിക്കേണ്ട കടമ മറന്നു. എല്ലാത്തിനും ആരായിരുന്നു കാരണം? ഈ തന്തയും തള്ളയും കളിച്ച കമ്മ്യൂണിസം തന്നെയായിരുന്നു. കോൺഗ്രസ്സുകാരും വെറുതെ അല്ല കേട്ടോ. ഒരുപാട് കോൺഗ്രസ് മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ മക്കളെയും ഭാര്യയെയും സഹോദരിമാരെയും വരെ ജിഹാദികൾ അടിച്ചെടുത്ത് ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോയ ചരിത്രമൊക്കെ കൃത്യമായിട്ടും കേരള ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദുമയിൽ നിന്ന് വരുന്ന കാസർഗോഡ് ഉദുമയിലെ ഏറ്റവും അവസാനത്തെ ലവ് ജിഹാദിലെ ഈ വിഷയം മാന്യ പ്രേക്ഷകർ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട്, അതായത് അരയ്ക്ക് താഴെ തകർന്ന് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ പോലും വെറുതെ വിടാത്ത ഈ മദ്രസ കിതാബ് പഠിച്ച ഈ ജിഹാദി റാഷിദ് എന്ന് പറയുന്ന ആ സുഡാപ്പിയെയും അയാൾക്ക് അതിനെല്ലാ ഓശാരവും ചെയ്തു കൊടുത്ത് ഒരു ഹിന്ദു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക, പിന്നെയോ ആ കുട്ടിക്ക് പിറകെ വരുന്ന 50 ലക്ഷത്തിന് മുകളിലുള്ള ക്ലൈം ഉണ്ടല്ലോ, ഇൻഷുറൻസ് ക്ലൈം, അത് തട്ടിയെടുക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി മദ്രസ പൊട്ടൻ ഗ്യാങ്ങുകൾ ഇവനെ സഹായിക്കുക. ആ കുടുംബം ഇന്ന് ഈ PV ഭാസ്കരൻ എന്ന് പറയുന്ന സഖാവിന്റെ കുടുംബം ഇന്ന് മേപ്പോട്ടും നോക്കിയിരിക്കുക, അന്തം വിട്ട് നോക്കിയിരിക്കുക. അവിടുത്തെ സഖാക്കന്മാരുടെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുക. ഈ PV ഭാസ്കരനെ അനുകൂലിച്ചാൽ എന്തായി? ഞമ്മന്റെ സുഡാപ്പികൾ പിണങ്ങും. സുഡാപ്പികൾ പിണങ്ങിയാൽ എന്തായി? ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സുഡാപ്പി വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോഴെന്തായിരിക്കും? സുഡാപ്പി വോട്ട് ഒന്നടങ്കം കോൺഗ്രസ്സുകാർ അടിച്ചു മാറ്റും. നോക്കൂ, സ്വന്തം നട്ടെല്ല് പണയം വെച്ച് ജിഹാദികളുടെ അമേദ്യം നക്കുന്ന, അതല്ലെങ്കിൽ പലയിടത്തും നക്കിക്കൊടുക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ മാറ്റിക്കൊണ്ട് ഇവിടത്തെ മുതിർന്ന സഖാക്കന്മാരൊക്കെ ഭരണം നേടാൻ വേണ്ടി തെമ്മാടിത്തരം കാട്ടിക്കൂട്ടുമ്പോൾ താഴെ തട്ടിൽ കിടക്കുന്ന ഈ PV ഭാസ്കരന്മാരൊക്കെ അനുഭവിക്കുന്ന അനുഭവമുണ്ടല്ലോ. അതാണ് അശോകൻ പറഞ്ഞത്, ഞാനൊരു RSS കാരനായിരുന്നെങ്കിൽ എന്റെ അഖിലമോൾക്ക് ഈ ഗതി വരില്ലായിരുന്നു, എന്റെ കുടുംബം നശിച്ചു പോവില്ലായിരുന്നു. അതേടോ, ഈ പറയുന്ന PV ഭാസ്കരൻ എന്ന് പറയുന്ന കാസർഗോഡ് ഉദുമയിലെ ആ സഖാവിനെയും പിന്തുണയ്ക്കാൻ, ആ സഖാവിനും സംരക്ഷണം കൊടുക്കാൻ ഒരേ ഒരു കൂട്ടരെ വന്നുള്ളൂ. ആ കൂട്ടരുടെ പേരാണ് നീയൊക്കെ സംഘി എന്ന് വിളിക്കുന്ന, ചാണക സംഘി എന്ന് വിളിക്കുന്ന RSS കാരൻ, BJP കാരൻ, ഹിന്ദുത്വ സംഘടനക്കാരൻ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വന്നില്ല PV ഭാസ്കരൻ എന്ന് പറയുന്ന ആ അച്ഛനെ സഹായിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ല കോൺഗ്രസിൽ നിന്നും. ആരേ വന്നുള്ളൂ? അതേടോ BJP കാരൻ വരും. കാരണം എന്തെന്നറിയാമോ? അവനറിയാം തന്റെ ഓരോ മക്കളെയും ആറ്റുനോറ്റ് കാൽ വളരുന്നോ കൈ വളരുന്നോ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ വളർത്തിയെടുക്കുന്ന തന്റെ പൊന്നോമന മക്കളെ ജിഹാദികൾ കണ്ണും കൈയും കാട്ടിക്കൊണ്ട്, അതല്ലെങ്കിൽ വേറെ വല്ലതും കാട്ടിക്കൊടുത്തുകൊണ്ട്, വൃത്തികേടുകൾ ചെയ്ത് ലവ് ജിഹാദിൽ പെടുത്തി അത് വീഡിയോ എടുത്തുകൊണ്ട് ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി അഖിലയെ ഹാദിയാക്കി മാറ്റി, ഹാദിയെ അവസാനം 1 കെട്ടി 2 കെട്ടി 3 കെട്ടി 4-ാം കെട്ടും 5-ാം കെട്ടിനുമൊക്കെ കാഴ്ച വസ്തുവായി വെച്ച് കരിവേപ്പില പോലെ വലിച്ചെറിയുമ്പോൾ അറിയാമടോ ഓരോ അച്ഛന്റെയും വേദന, ഓരോ അമ്മയുടെയും വേദന. കാരണം ഇവിടെ രാഷ്ട്രീയമല്ല വലുത്, ആ അച്ഛന്റെയും അമ്മയുടെയും മൂല്യങ്ങൾക്കാണ് വലുത്. ആ മകളെ നഷ്ടപ്പെടുന്ന അച്ഛന്റെ വേദനയ്ക്കാണോ മുൻതൂക്കം കൊടുക്കുക ഓരോ BJP കാരനും, ഓരോ സംഘപ്രവർത്തകനും, ഓരോ ഹിന്ദുത്വ പ്രവർത്തകനും. നീയൊക്കെ അത് കാണുമ്പോൾ ജിഹാദികളുടെ ആസനം നക്കി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും, പിന്നെ മദ്രസ പൊട്ടന്മാരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. നിനക്കൊക്കെ പവിത്ര പ്രണയം എന്നും പറഞ്ഞ് നീയൊക്കെ ഇത് വാഴ്ത്തുമ്പോൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിന്റെ ആദ്യ ഭാര്യയും 3 മക്കളും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഓടിപ്പോയതെന്നും അവനെതിരെ കേസ് നടക്കുന്നതെന്നും ചിന്തിക്കേണ്ടതല്ലേ? ആലോചിച്ചു നോക്കൂ. മസ്തിഷ്ക പ്രക്ഷാളനം ഏത് രീതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്നാണ്, കോടതിയിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ടായി. കാര്യം എന്തെന്നറിയാമോ? ഈ പെൺകുട്ടി ആരോപിച്ചത് തന്നെ 2 വർഷത്തോളം ഇത്ര കണ്ട് ചികിത്സിച്ച് അച്ഛനെയും അമ്മയെയും തള്ളി പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞു എന്നെ വീട്ടു തടങ്കിലാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ ഈ റാഷിദ് എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ്, ഈ നാറിയ മദ്രസ പൊട്ടൻ ജിഹാദി ഉണ്ടല്ലോ, ഇവൻ കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ പറയുന്ന ഈ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്,
പ്രശ്നമാണ്. ആ പെൺകുട്ടിയെ വീട്ടു തടങ്കലിൽ വെച്ചിരിക്കുന്നു. എനിക്ക് അവളെ മോചിപ്പിക്കാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം, ആ പെൺകുട്ടിയെ ഹാജരാക്കണം. അതിന് ഹേബിയസ് കോർപ്സ് ഫയൽ ചെയ്തു. ഹേബിയസ് കോർപ്സ് തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു, ഓടട ജിഹാദി കണ്ടം വഴി എന്ന് പറഞ്ഞു. കോടതി പോലും ജിഹാദിയെ ഓടിച്ചു. അപ്പോൾ കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു ഇതിന് പിറകിലുള്ള വസ്തുതകൾ. അതുകൊണ്ട് തന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തുള്ള ആ നീതി ന്യായം, അതിനുവേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസ്സുകാരനും വലിയ മതേതരം കളിക്കുന്ന ഒരു മാപ്പള ലീഗും ഒരു സുഡാപ്പിയും ഒരു മദ്രസ പൊട്ടൻ വർഗവും തിരില്ല. ആകെ വരിക BJP-ക്കാർ തന്നെയാണ്, RSS-കാർ തന്നെയാണ്, ഹിന്ദുത്വ സംഘടനകൾ തന്നെയാണ്. അവിടെയാണ് ആണും പെണ്ണും കെട്ട ഈ വർഗത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓരോ ഹിന്ദുവിന്റെയും കുടുംബത്തിലേക്ക്, ഓരോ ക്രിസ്ത്യാനിയുടെയും കുടുംബത്തിലേക്ക് ജിഹാദികൾ വലിഞ്ഞു കയറിക്കൊണ്ട് തന്റെ മക്കളെയും ഭാര്യയെയും സഹോദരിയെയും ഒക്കെ ഇത്തരത്തിൽ ജിഹാദിൽ പെടുത്തി കൊണ്ടുപോകുമ്പോൾ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന ഹിന്ദുവെ, കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനിയെ, നിനക്കാകെ രക്ഷ നീയൊക്കെ പരിഹസിക്കുന്ന ചാണക സംഖികൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ ഉദുമ വിഷയത്തിലും ഉറക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മത്തിന്റെ കൂടെ, രാജ്യത്തിന്റെ കൂടെ, നന്മയുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തിയെയും വിളിക്കുന്ന ചാണക സംഖി എന്നുള്ള പേരുണ്ടല്ലോ, അത് അഭിമാനത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പറയുമടോ, ഉദുമയിലെ സഖാവിന്റെ ആ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നൽകാൻ ഞങ്ങൾ ജീവൻ പോകുന്നത് വരെ ഉണ്ടാവും. കാരണം എന്തെന്നറിയാമോ? ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോയി കഴിഞ്ഞ് ഈ പെൺകുട്ടിയിൽ വരുന്ന വിത്തുകൾ ഉണ്ടല്ലോ, ആ വിത്തുകളൊക്കെ ഈ നാടിന്റെ ദോഷകരമായിട്ടുള്ള ജിഹാദി മദ്രസ വിത്തുകളാണ്. ആ വിത്തുകൾ വരാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും ജിഹാദി വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രീണനം നടത്തുന്ന ഇവറ്റകൾക്ക്, ഈ പറയുന്ന രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന ഈ വർഗങ്ങൾക്ക് കുടപിടിക്കുന്ന രീതിയിലേക്ക് ആ മക്കൾ വളർന്നു വരുമ്പോൾ, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെയും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതിന് ഞങ്ങൾ ജീവൻ പോകും വരെ പോരാടുമെന്ന് തന്നെ ഉറക്കെ പറയുന്ന, അവരെ വിളിക്കുന്ന സംഘി എന്ന് വിളിക്കുന്ന ആ പട്ടമുണ്ടല്ലോ, ആ പട്ടം ഞങ്ങൾ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നതോ. ഉദുമയിലെ PV ഭാസ്കരൻ എന്ന് പറയുന്ന സഖാവിനെ പിന്തുണയ്ക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരാ, പിന്തുണയ്ക്കാത്ത കോൺഗ്രസ്സുകാരാ, നീയൊക്കെ ഇവിടെ പവിത്ര പ്രണയം എന്ന് പറഞ്ഞ് വാഴ്ത്തുന്ന റാഷിദ് ഉണ്ടല്ലോ, അവന്റെ ആദ്യ ഭാര്യയും 3 മക്കളെയും ഒക്കെ നീയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാടോ. അരയ്ക്ക് താഴെ തകർന്നു കിടക്കുന്ന ഈ പെൺകുട്ടിക്ക് കുഞ്ഞു പോലും ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 2 വർഷക്കാലം കഷ്ടപ്പെട്ട് ചികിത്സ നടത്തുന്ന അച്ഛനെയും അമ്മയെയും ഇന്നലെ കണ്ട ഒരു ജിഹാദിയുടെ എന്തൊക്കെയോ കണ്ടപ്പോഴേക്കും അവന് വേണ്ടി ഈ അച്ഛനെയും അമ്മയെയും തള്ളി പറഞ്ഞ ആ സ്ത്രീ അടുത്ത ഹാദിയെ മാറുന്നു. അഖിലയിൽ നിന്ന് ഹാദിയയിലേക്ക് എത്തിയ ആ പെൺകുട്ടിയെ പോലെ തന്നെ ഈ പെൺകുട്ടിക്കും ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാന്യ ജനങ്ങളെ മാക്സിമം പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്ന് ഉറക്കെ പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.